ചങ്ങായിമാരെ എന്തൊക്കെ വർത്താനം സുഖല്ലേ? ഇന്ന് നമ്മൾ പോകുന്നത് തമിഴ്നാട്ടിലെ ഗുണ്ടൽപേട്ടിനടുത്തുള്ള ഹിമവത് ഗോപാലസ്വാമി ടെമ്പിൾ. അതായത് ഗോപാലസ്വാമി ടെമ്പിളും പിന്നെ അതുപോലെ തന്നെ നല്ല അടിപൊളി കുന്നുകളോട്ടം, നല്ല മനോഹരമായ കാഴ്ചകൾ തേടിയുള്ള പോക്കാണ്. പോകുന്ന വഴി തന്നെ നോക്കിയേ, എന്തൊരു അടിപൊളിയാണ്. ഇങ്ങോട്ട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബന്ദിപ്പൂർ ടൈഗർ റിസർവ് കഴിഞ്ഞ് ഒരു 6 കിലോമീറ്റർ കഴിഞ്ഞ് കഴിഞ്ഞാൽ ലെഫ്റ്റിലോട്ട് കയറി പോകണം കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ ആ റോഡിന് ഇങ്ങനെ കയറി, ഈ റോഡിൽ നിന്ന് നമുക്ക് 5 കിലോമീറ്റർ കഴിഞ്ഞാൽ ഗോപാലസ്വാമി ചെക്ക് പോസ്റ്റ് എത്തും. നമ്മൾ അവിടെ ബൈക്കും കാറും ഒക്കെ പോയിട്ടാണെങ്കിൽ എല്ലാവരോടും വണ്ടി പാർക്ക് ചെയ്തിട്ട് വേണം നമുക്ക് പോകാൻ. അവിടെ നിന്ന് ബസ്സിനാണ് പോകേണ്ടത്. ഇവിടുന്ന് അങ്ങോട്ട് പോകുന്ന വഴി പറഞ്ഞാൽ അടിപൊളിയാട്ടോ. നല്ല കാഴ്ചകൾ കണ്ട് ആസ്വദിച്ച് റോഡ് സൈഡിലൊക്കെ മരങ്ങളും തണൽ മരങ്ങളും അതുപോലെ തന്നെ കൃഷിയിടങ്ങളും ഒക്കെ ആയിട്ട് കണ്ട് പോകാൻ പറ്റിയൊരു സ്ഥലമാട്ടോ. ഇവിടെ പോകുന്ന വഴി കണ്ടോ, കുറച്ച് ആളുകൾ എന്തോ കൂടി നിൽക്കുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോഴാണ് മനസ്സിലായത് ഇവർ ചെറുള്ളി വേർതിരിക്കാണ് അതിൻ്റെ തണ്ടിൽ നിന്ന് ആ വെയിലത്ത്. പക്ഷെ ഇവിടെ വെയിലാണെങ്കിലും നല്ല കാറ്റാവുന്നുണ്ട്, നമ്മളൊന്നും അറിയൂല കേട്ടോ. അല്പനേരം കഴിഞ്ഞപ്പോൾ നമ്മൾ വണ്ടി ഒന്ന് നിർത്തി ഇറങ്ങി നോക്കി. അപ്പോഴാണ് സൂര്യകാന്തി പാടങ്ങളാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ട് ഇറങ്ങാൻ പറ്റൂല കേട്ടോ. ഇവിടെ എന്താ വെച്ച് കഴിഞ്ഞാൽ കമ്പി പോലെയൊക്കെ കെട്ടി വെച്ചിട്ടുണ്ട്. കാരണം ഫോട്ടോ എടുക്കാനൊക്കെ ഇറങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നശിപ്പിക്കും നമ്മൾ. പിന്നെ ഹൈവേയുടെ സ്ഥലത്തൊക്കെ ഉണ്ട് കേട്ടോ, അവിടെ അവർ ടിക്കറ്റും വെച്ചിട്ടുണ്ട്. അപ്പോൾ അവർ നോക്കാൻ ആളുണ്ടാവുമല്ലോ. അങ്ങനെ ഈ അടിപൊളി കാഴ്ചകളും കണ്ട് നമ്മളങ്ങനെ യാത്ര തുടർന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആ കാഴ്ച കണ്ടത്. ഈ ഒരു വിശാലമായ പാടത്ത് ഒരാൾ ആടുകളെ മേയ്ക്കുന്നു. നമ്മുടെ നാടുകളിൽ നിന്നൊക്കെ അന്യമായൊരു കാഴ്ച. അങ്ങനെ നമ്മൾ ഈ ഒരു പറഞ്ഞ സ്ഥലത്ത് എത്തിട്ടോ. ഈ ഒരു മരത്തിൻ്റെ ചോട്ടിൽ നമ്മൾ ബൈക്ക് പാർക്ക് ചെയ്ത് ഇതിൻ്റെ അടുത്തുള്ളൊരു കടയിൽ ഹെൽമെറ്റ് ഏൽപ്പിച്ചു. ഇവിടെ കുറേ കടകളുണ്ട് കേട്ടോ, ഒരുപാട് കടകളുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബസ് കണ്ടു, ഇതാണ് ഗുണ്ടൽപേട്ടിലേക്കുള്ള ബസ്. ബസ്സിന് വരികയാണെങ്കിൽ നമ്മൾ ഇതുവരെ ബസ്സിന് വരാം. ഇവിടെ കാറുകളും വലിയ വാഹനങ്ങളും നിർത്താനുള്ള പാർക്കിംഗ് ഉണ്ട് കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് ആ ഗേറ്റ് കാണണ്ടോ, അവിടുന്ന് ടിക്കറ്റ് എടുത്ത് വേണം അകത്തേക്ക് കയറാൻ. ടിക്കറ്റ് ഒക്കെ എടുത്തു. 70 രൂപയാണ് ടിക്കറ്റ് ഒരാൾക്ക്. അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ബസ് ചാർജും കൂടെയാണ് അത് കേട്ടോ. ഇവിടെ നോക്കുമ്പോൾ ഈ ഗേറ്റിൻ്റെ കാഴ്ച നോക്കി ഇതിൻ്റെ അകത്ത് നോക്കുമ്പോൾ ഇനി നമുക്ക് മുകളിൽ നിന്ന് ബസ് വരണം. അങ്ങനെ ഒരു ബസ് എത്തി. ഇനി ഈ ബസ്സിലാണ് നമുക്ക് തിരിച്ചു പോകേണ്ടത് കേട്ടോ. ഈ ബസ് ഇവിടെ ഒന്ന് തിരിച്ചു വരും. അങ്ങനെ ബസ് തിരിച്ചെത്തി. ഇനി നമ്മൾ അതിൽ കയറാൻ നിൽക്കുകയാണ്. അത്യാവശ്യം തിരക്കുണ്ട്, പക്ഷേ നമുക്ക് സീറ്റ് കിട്ടിട്ടോ, വിൻഡോ സീറ്റാണ് കിട്ടിയത്. അതുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോകൾ ഷൂട്ട് ചെയ്യാനും നല്ല കാഴ്ചകൾ കാണാനും പറ്റും. അങ്ങനെ നമ്മുടെ വണ്ടി ഉയരങ്ങളിലേക്ക് പോവുകയാണ്. നല്ല അതിമനോഹരമായ കാഴ്ചകളാട്ടോ. ഈ ഒരു ഉയരത്തു നിന്ന് നോക്കിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ഗുണ്ടൽപേട്ട് അതുപോലെ ആ ഒരു ഭാഗങ്ങളിലുള്ള മുഴുവനായിട്ടുള്ള കൃഷിയിടങ്ങൾ നമുക്ക് കാണാൻ പറ്റും. അത്ര ഉയരങ്ങളിലാണ് നമ്മളിനി പോകുന്നത്. നല്ല മനോഹരമായ കാഴ്ചകൾ കേട്ടോ. അങ്ങനെ ബസ് ഇതിൻ്റെ മുകളിലെത്തിട്ടോ. ഇവിടെ നിന്ന് നോക്കുമ്പോൾ ഒരു കാഴ്ച എന്ന് പറഞ്ഞതാണ്, എല്ലാവരും ഫോട്ടോയും വീഡിയോസൊക്കെ എടുക്കാൻ തുടങ്ങി. നമ്മൾ വന്ന ബസ്സാട്ടോ. അവിടുന്ന് ഇങ്ങനെ കയറി വേണം ഇതിൻ്റെ മുകളിലേക്ക് വരാൻ. ഇതിൻ്റെ സൈഡിലുള്ള കാഴ്ച എന്ന് പറഞ്ഞോ, പച്ച കുന്നുകളാട്ടോ. അടിപൊളി കാഴ്ചയാണ്. 4 സൈഡും നോക്കിക്കഴിഞ്ഞാൽ വിശാലമായി പരന്ന് കിടക്കുന്ന കൃഷിയിടങ്ങളും അടുത്തൊക്കെ ആയിട്ടുള്ള കുന്നുകളും, പച്ച കുന്നുകളാട്ടോ. ഈ മഴ പെയ്യുന്നതുകൊണ്ട് തോന്നുന്നുണ്ട് നല്ല അടിപൊളി കാഴ്ച. അങ്ങനെ നമ്മൾ ഇതിൻ്റെ അകത്ത് കയറിട്ടോ. ഇതിൻ്റെ അകത്ത് കയറി കഴിഞ്ഞാലൊരു കാഴ്ച പറഞ്ഞാൽ ഇതാണ്. നല്ല വെയിലാണ്, പക്ഷെ നല്ല കാറ്റാണ് കേട്ടോ. അതുകൊണ്ട് നമുക്ക് ഇവിടുത്തെ ഒരു വെയിലിൻ്റെ ഒരു പ്രശ്നം അറിയില്ല. ഈ കുന്നിൻ്റെ മുകളിൽ കുറേ മൃഗങ്ങളുണ്ട് കേട്ടോ. ഒരു മാൻകൂട്ടം നോക്കി അവിടെ. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് കുറേ ആളുകൾ അങ്ങോട്ട് നോക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവിടേക്ക് സൂം ചെയ്ത് നോക്കിയപ്പോഴാണ് ഒരു ആനയാണ്, ഒറ്റയാന കണ്ടോ. നമുക്കിവിടെ നോക്കുമ്പോൾ ഒരു പോത്തുകുട്ടിയുടെ വലിപ്പമേ ഉള്ളെങ്കിലും അതൊരു ആനയാണ്. അപ്പോൾ ഇവിടെ കുറേ മൃഗങ്ങളുണ്ട്. ഇവിടെ ഇപ്പോൾ നല്ല വെയിലാട്ടോ, പക്ഷെ നല്ല കാറ്റുണ്ട്. മുടിയൊക്കെ പാർന്ന് നോക്കിയേ. അതുകൊണ്ട് നമുക്കിവിടെ ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷെ ചില സമയങ്ങളിൽ ഇവിടെ നല്ല കോടമഞ്ഞായിരിക്കും കേട്ടോ. എന്താണെങ്കിലും അടിപൊളിയാണ്. ഇവിടെ ഏത് കാലാവസ്ഥയാണെങ്കിലും ഒരു വട്ടയിലും വന്നിരിക്കണം. ഏത് കാലാവസ്ഥയിലും കാണാൻ അടിപൊളി ഒരു സ്ഥലമാണിത്. ആളുകൾ കണ്ടോ ബസ്സിന് പോകാൻ വേണ്ടി കാത്തു നിൽക്കുവാണ്. ഇനി നമുക്ക് അങ്ങോട്ടാണ് പോകാനുള്ളത്. ബസ്സിന് പോകണം. ഒരു കുന്ന് നോക്കിയേ, എന്തൊരു അടിപൊളിയാന്ന് നോക്കിയേ. ഇനി ഈ ഭാഗത്തേക്കാണ് നമുക്ക് ബസ്സിന് പോകാനുള്ളത് കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ ഒരു ഹിമവത് ഗോപാലസ്വാമി ടെമ്പിളിലെ കാഴ്ചകൾ എന്ന് പറയുന്നത്. നമ്മൾ ബസ്സിൽ കയറി ഇപ്പോൾ താഴെത്തി. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ഗുഡ് ബൈ.